പങ്കാളിത്ത കൃഷിയുടെ പേര് പറഞ്ഞ് ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകുന്ന നടപടി അവസാനിപ്പിക്കുക, പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ പാട്ടക്കരാർ റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഫാമിൽ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കുടിൽകെട്ടി സമരം പ്രഖ്യാപിച്ചത്. ആറളം ഫാം ബ്ലോക്ക് 1 ഗോഡൌൺ പരിസരത്ത് നടന്ന സമരം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പിന്റെ പേരിലുള്ള ഭൂമി പാട്ടത്തിന് നൽകാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇങ്ങനെ പാട്ടത്തിന് നൽകണമെങ്കിൽ അതിന് നടപടിക്രമം ഉണ്ടെന്നും വികസന വകുപ്പോ സർക്കാരോ ഇക്കാര്യം അറിഞ്ഞില്ലെന്നും ഫാം മാനേജ്മെന്റിന്റെ തെറ്റായ നടപടിയാണിതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് പാട്ടത്തിന് നൽകുന്നത് LDF സർക്കാരിന്റെ നയമല്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MV ജയരാജൻ പറഞ്ഞു. ഫാം മാനേജ്മെന്റിന്റെ നടപടി പിൻവലിക്കുന്നതുവരെ സമരവുമായി മുൻപോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. AKS ഏരിയ സെക്രട്ടറി KA ജോസ് അധ്യക്ഷനായി. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. CPM നേതാക്കളായ സക്കീർ ഹുസൈൻ, K ശ്രീധരൻ, KG ദിലീപ്, ES സത്യൻ, KK ജനാർദ്ദനൻ, AD ബിജു, PK രാമചന്ദ്രൻ, ആദിവാസി ക്ഷേമ സമിതി നേതാക്കളായ PK സുരേഷ് ബാബു, N ശ്രീധരൻ, TC ലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മിനി ദിനേശൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം പ്രതീകാത്മകമായി സമരസ്ഥലത്ത് കുടിൽകെട്ടി. കുടിവെള്ള പദ്ധതി, വിദ്യാഭ്യാസത്തിന് ആറളം ഫാമിൽ ഇന്നിപ്പോ ഒരു സ്കൂൾ +2 വരെയുണ്ട്. അതിനു പുറമെ ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ആ ആദിവാസി കുട്ടികൾക്ക് എല്ലാ ചെലവുകളും സർക്കാർ നൽകിക്കൊണ്ട് വിഭാവനം ചെയ്തുകൊണ്ടുള്ള ആ സ്ഥാപനം, വിവിധ ഓഫീസുകൾ, വിവിധ തലങ്ങളിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ഇതെല്ലാമാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ കെട്ടിടം പണി മിക്കവാറും പൂർത്തീകരിച്ചത് കാണാൻ കഴിയുക. അതിനാവശ്യമായ തസ്തിക അനുവദിക്കുകയും അത് ഉപയോഗിക്കുകയുമാണ് ഇനി വേണ്ടത്. അപ്പൊ അങ്ങനെ പണിയുന്നതിന് കാരണം എന്താ? ആറളം ഫാം ആദിവാസികളുടെ ഗ്രാമമാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന, നേരത്തെ നികുതി അടക്കം അടച്ച, ഇവിടെ റേഷൻ കാർഡുള്ള, വോട്ടർ പട്ടികയിൽ പേരുള്ള ആദിവാസികളല്ലാത്ത കുറച്ച് കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളിൽ കുറച്ചാളുകളെ നേരത്തെ സംരക്ഷിച്ചതാണ്. അവശേഷിക്കുന്നവരും കാണും, അവരെയും സംരക്ഷിക്കണം. അങ്ങനെയുള്ള ആദിവാസി ഗ്രാമം, അതിൽ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച ഭൂമി എന്തു ചെയ്യണം? ആദിവാസികൾ ഇവിടെ താമസിക്കാൻ വരുന്ന സമയത്ത് ഇല്ലാത്ത ഒരു പുതിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികളുടെ ആക്രമണമാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.